ഹായ്. കർക്കിടകം അങ്ങനെ തുടങ്ങി. ഈ സമയത്ത് വീട്ടമ്മമാരനുഭവിക്കുന്ന പ്രധാന ഒരു പ്രശ്നം എന്താ വെച്ചാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉണ്ടാക്കുന്ന കാര്യത്തിലാണ്. സാധാരണ വെയിലുള്ള സമയത്ത് നമ്മൾ കൂടുതൽ പൊടിപ്പിച്ച് വയ്ക്കുക ചെയ്യുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയാണ്. മല്ലിയുടെയും മുളകിൻ്റെയും ഒക്കെ മണവും രുചിയൊന്നും മാറാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. നമ്മൾ കഴുകി വെയിലത്തുണക്കി മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ചെടുക്കുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉണ്ടാകത്തില്ല, മായം ഉണ്ടാകത്തില്ല, അത് ശരി. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കൊന്നും ആ തനത് രുചി കിട്ടത്തില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്കിനൊക്കെ ഉള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ സൗകര്യം ഉണ്ടല്ലോ, മിക്സി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. അപ്പോൾ നമുക്ക് സൂക്ഷിക്കാനും പാടില്ല. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി ഒരാഴ്ചത്തേക്കിനൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകും മല്ലിയും വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് മല്ലി നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചാലും മുളക് ഒരു കാരണവശാലും പാക്കറ്റ് വാങ്ങിക്കരുത്. ലൂസായിട്ടുള്ളത് നമ്മൾ എടുത്ത് പൊട്ടിച്ച് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഒന്നോ രണ്ടോ മുളക് എടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഉൾഭാഗം ഫ്രഷ് ആണോ എന്ന് അറിയാൻ പറ്റും. പഴകിയ മുളകാണെങ്കിൽ അത് പൊട്ടിക്കുമ്പോൾ അകത്ത് ഫംഗസ് കാണും, പൂപ്പൽ കാണും. അന്നേരം അങ്ങനെയുള്ള മുളക് നമ്മൾ വാങ്ങിച്ച് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കഴുകിയിട്ടും പ്രയോജനമില്ലല്ലോ. ഇതിപ്പോൾ എൻ്റെ ഒരു പരീക്ഷണം ആയതുകൊണ്ട് ഞാൻ പിരിയൻ മുളക് വലിയ വില കൂടുതലാണല്ലോ, അതുകൊണ്ട് ഈ മുളകാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പിരിയൻ മുളകും ഈ മുളകും കൂടെ പകുതി പകുതി എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിന് പാണ്ടിമുളകെന്നാണ് പറയുന്നത്. പക്ഷേ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ ഈ മുളകും കുറച്ച് ചേർക്കണം, അതിനാണ് ടേസ്റ്റ്. നന്നായിട്ട് കഴുകിയെടുത്ത മുളക് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാകും, ഒഴിച്ച് നമുക്ക് വേവിക്കാം. അടച്ചു വെച്ചൊരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് ആറാൻ വയ്ക്കണം. ആറിക്കഴിയുമ്പോൾ ഇതുപോലെ മുളക് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. കണ്ടോ, അപ്പോൾ ഇതുപോലെ കിട്ടും. പിന്നെ ആ മുളക് തിളപ്പിച്ച കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇത് കണ്ടോ, വെളിച്ചെണ്ണയാണിത്. കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തായാലും ഒരാഴ്ച ഇത് സൂക്ഷിക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തായാലും ഇത് കറികളിലൊക്കെ ചേർക്കുമ്പോൾ എണ്ണയിൽ വഴറ്റിയിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ പിന്നെ ഈ വെളിച്ചെണ്ണ ഉപ്പ് ഇതിനകത്ത് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തോ, നല്ല മഷി പോലെ മിക്സിയിൽ അങ്ങ് അരച്ചെടുക്കാം. ഇടയ്ക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതാണ് ഫൈനൽ റിസൾട്ട്. കണ്ടോ, നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് മുളക്. ഇനി നമുക്കിത് ഒരു സ്റ്റീൽ പാത്രത്തിലോ കുപ്പിയിലോ ആക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറച്ച് 3-4 ദിവസമൊക്കെ നമുക്ക് താഴെ തന്നെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് മല്ലി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. മല്ലി നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകുക. എന്നിട്ട് ഇതുപോലെ ചീനച്ചട്ടിയിലിട്ടിട്ട് തീ കൊടുത്ത് ഇങ്ങനെ ഇളക്കി വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതുപോലെ വറുത്ത് കഴിഞ്ഞിട്ട് നിരത്തി ഇടണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറട്ടെ. അപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. ഒരു ചെറിയ ചൂട് വേണം, വല്ലാതെ തണുക്കാൻ നിൽക്കരുത്, അപ്പോൾ പൊടിക്കാനായിട്ട് പാടായിരിക്കും. ഇളം ചൂടോടെ തന്നെ മിക്സിയിലിട്ട് നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. കണ്ടോ പൊടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇത് ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് പൊടിക്കണം. ഇതാണ്, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നോക്കിക്കേ. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. പക്ഷേ ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഇത് കണ്ടോ, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഒന്നും കൂടെ അരയ്ക്കും. കണ്ടോ, ഇപ്പം വീണ്ടും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ സ്റ്റേജിൽ വേണമെങ്കിലും സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്. കണ്ടോ, ഇനി ഇതൊന്ന് അരയ്ക്കാൻ പോകും. എല്ലാം പരീക്ഷണമാണല്ലോ. കണ്ടോ, വെള്ളം ഒഴിച്ചരച്ചപ്പം ഇതുപോലെയായി. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എല്ലാം പരീക്ഷണമാണല്ലോ. കണ്ടോ, അപ്പം ഇതുപോലെ നല്ല വെണ്ണ പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. നോക്കിക്കേ. ഇനി ഇത് നമുക്ക് നേരെ കറിയിലോട്ട് അങ്ങ് ചേർത്താൽ മതി. കണ്ടോ, സൂപ്പറായില്ലേ.
ഇത് നമ്മൾ നേരത്തെ മുളക് വെച്ച പോലെ തന്നെ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ കുപ്പി കഴുകി ഉണക്കാൻ വെച്ചിട്ടേ ഉള്ളേ, അതുകൊണ്ടാണ് ഞാനിപ്പം ഈ പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് ഒഴിച്ച് വയ്ക്കുന്നത്. കുപ്പിയിലോ സ്റ്റീൽ പാത്രത്തിലോ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഈ മെത്തേഡ് നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ പോലും അടുക്കള തുറന്നപ്പം നല്ല മല്ലിയുടെ മണം വരുന്നുണ്ടായിരുന്നു. ഈ മല്ലി നമ്മൾ കഴുകി വറുത്ത് എണ്ണ ഒഴിച്ച് വറുത്ത് പൊടിച്ച് അരച്ച് വെച്ചത് കൊണ്ട് നമുക്ക് നേരെ കറിയിലോട്ട് ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ കണ്ടോ. ഞാനിന്ന് ഇഡ്ഡലിക്ക് കടലക്കറി ഉണ്ടാക്കിയത് ഞാൻ ഈ ഉണ്ടാക്കി വെച്ച് മുളകും മല്ലിയും ചേർത്തിട്ടാണേ. കടലക്കറി നല്ല സൂപ്പറായിട്ട് വന്നു. ഇതാ നോക്കിക്കോ.